ഈ അവരെ ഈ കരയിലേക്ക് എത്തിക്കും, അത് ഈ ബേപ്പൂരിലേക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ആംബുലൻസുകളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ മംഗലാപുരത്തേക്ക് എന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ മിഥില. ഉന്മേഷ്, അല്പസമയം മുമ്പ് പോർട്ട് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാധ്യത എന്ന കാര്യം തന്നെയാണ്. ഇതിലൊരു കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏത് തീരത്തേക്ക് ഇവരെ എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നിരുന്നാൽ പോലും നേരത്തെ പറഞ്ഞ ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് 2 ആംബുലൻസുകൾ നിലവിലിപ്പോൾ ബേപ്പൂർ തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. മറ്റ് വൈദ്യസഹായങ്ങൾ ലഭ്യമാക്കാൻ സമീപത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് സർക്കാർ ആശുപത്രികൾക്കെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു തുറമുഖത്ത് പരിക്കേറ്റവരെ എത്തിക്കുകയാണെങ്കിൽ അവരെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ തുറമുഖത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ പോർട്ട് ഓഫീസർ പറയുന്നത് പ്രകാരം ഈ ഒരു സാധ്യത വിരളമാണ് എന്ന് പറയുന്നത് ഈ പോർട്ടിൻ്റെ ചില പ്രശ്നങ്ങൾ തന്നെയാണ്. പോർട്ടിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പോർട്ടിന് വലിയ കപ്പലുകൾ ഈ പോർട്ടിലേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ കഴിയില്ല. കപ്പൽ ചാലിന് ആഴം കുറവാണ്. കപ്പൽ ചാലിന് ആഴം കുറവായതുകൊണ്ട് തന്നെ സാധാരണഗതിയിലും ഇങ്ങോട്ട് വലിയ കപ്പലുകൾ എത്താറില്ല. അതുകൊണ്ട് തന്നെ 2 ഡെക്ക് ബോട്ടുകൾ ഇവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇവർ ഇങ്ങോട്ടാണ് വരുന്നത് എന്ന ഒരു അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ 2 ഡെക്ക് ബോട്ടുകൾ പുറംകടലിലേക്ക് പോകും. എന്നിട്ട് ആ പരുക്കേറ്റ ആളുകളെ ഈ ഡെക്ക് ബോട്ടുകളിലാക്കി ഇവിടെ തുറമുഖത്ത്, അതായത് ബേപ്പൂർ പോർട്ടിൽ എത്തിക്കും. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ വൈദ്യസഹായത്തിനായി അവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള സജ്ജീകരണമാണ് ചെയ്തിട്ടുള്ളത്.